എല്ലാവർക്കും വന്ദനം. യേശു ക്രിസ്തുവിൽ ജീവിക്കുവാൻ ദൈവം തന്ന പദവിക്കായി ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്, അതായത് മാറ്റമില്ലാത്തവനാണ്. ഇന്നലകളിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ പിതാക്കന്മാർ ഇന്നലകളിൽ ജീവിച്ചിരുന്നവരാണ്. അവിടെ കർത്താവ് പ്രവർത്തിച്ചത് നമുക്കറിയാം. ഇന്ന് പലർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നമുക്കറിയാം. നമുക്ക് വേണ്ടി പ്രവർത്തിച്ചത് അറിയാം. ആ കർത്താവ് നാളെയും അത് ആവർത്തിക്കും എന്നാണ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഫിലിപ്പി ലേഖനം 1:4 പറയുന്നു, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവേശുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. അതായത് ആരാരംഭിച്ചോ ആ ആള് പൂർത്തിയാക്കും. അപ്പൊ നല്ല പ്രവൃത്തി നമ്മൾ ആരംഭിച്ചതാണോ? അല്ല, നമ്മൾ ആരംഭിച്ച പ്രവൃത്തി എല്ലാം തീർന്നു, തുടങ്ങിയപ്പോൾ തന്നെ കുളമായി എല്ലാം. എന്നാൽ കർത്താവ് നമ്മിൽ ആരംഭിച്ച ചില പ്രവൃത്തി, രക്ഷ, അഭിഷേകം, കൃപകൾ, അനുഗ്രഹങ്ങൾ, ഉയർച്ചകൾ, അതെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ. എന്തെല്ലാം നല്ല പ്രവൃത്തികളാ? വെളിച്ചമുണ്ടാക്കിയത്, ഇരുളും വെളിച്ചവും തമ്മിൽ വേർപിരിച്ചത്, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. നമുക്ക് വെളിച്ചം തന്നു, നമ്മിലുള്ള ഇരുളും വെളിച്ചവും തമ്മിൽ വേർപിരിച്ചു, നമ്മെ വെളിച്ചമാക്കി മാറ്റി. അടുത്തത്, നമ്മിൽ നല്ല ഫലങ്ങൾ മുളച്ചു വരാൻ അവൻ ഇടയാക്കി. നമ്മിൽ സീസണുകൾ അവൻ ഉണ്ടാക്കി. നല്ല കാലങ്ങൾ, ചീത്ത കാലങ്ങൾക്ക് പകരം നല്ല കാലങ്ങൾ ഉണ്ടാക്കി. നമ്മിൽ നിന്ന് വലിയ വേഗതയുള്ള വലിയ പ്രവർത്തികൾ അവൻ പുറത്തെടുത്തു. ജീവജല നദികൾ ഒഴുക്കുമാറാക്കി എന്ന് വേണ്ട, നമ്മിൽ നല്ല പ്രവർത്തികൾ ആരംഭിച്ചതിന് കണക്കില്ല, പറഞ്ഞാൽ തീരില്ല. ആ കർത്താവ്, ആരംഭിച്ച കർത്താവ് ഇടക്ക് ഇട്ടേച്ച് പോകില്ല. ആരംഭിച്ച കർത്താവ് അത് പൂർത്തിയാക്കും. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി അറിയണം, കർത്താവ് നല്ല പ്രവൃത്തി നിങ്ങളിൽ ആരംഭിച്ചു. വെറും രക്ഷ കൊണ്ട് തീർന്നില്ല, ഇനി അടുത്ത പടികളുണ്ട്. അഭിഷേകം, കൃപകൾ, അനുഗ്രഹങ്ങൾ, നന്മകൾ, പ്രതികൂലങ്ങളെ ജയിക്കാനുള്ള ശക്തി, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് പൂർത്തിയാക്കാനുള്ളത്. അതുകൊണ്ട് കർത്താവിൽ നമ്മൾ കൂടുതൽ ആശ്രയിച്ച് ഉറക്കണം. അത് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. യേശു കർത്താവ് അതിനുള്ള കൃപ നിങ്ങൾക്ക് തരും. വിളിച്ച ദൈവം വിശ്വസ്തൻ. യേശുവിൽ ആശ്രയിക്കുന്ന ആരും ഒരു നാളും ലജ്ജിച്ചു പോകില്ല. ഇന്ന് കർത്താവിൻ്റെ അമിത ബലത്തിലേക്ക് കൂടുതൽ നമുക്ക് അടുത്തു വരാം. ഈ ലോകം മുഴുവനും നിങ്ങൾക്കെതിരായാലും ദൈവം നിങ്ങൾക്കും എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി തന്ന കർത്താവ്, അവനോടുകൂടെ, യേശുവിനോടുകൂടെ, തികയ്ക്കുന്നവനോടുകൂടെ, മനസ്സലിവുള്ളവനോടുകൂടെ, കരുണയുള്ളവനോടുകൂടെ സകലതും നൽകാതിരിക്കും. കർത്താവിൽ ആശ്രയിക്കാം. ഇന്നത്തെ ഈ ആരാധന നിങ്ങൾക്ക് വലിയ ഒരു അനുഗ്രഹമായി മാറും. ഇന്ന് പാടുന്ന പാട്ടുകളിലെല്ലാം ദൈവ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. പ്രത്യേകിച്ച് പ്രൈസ് ജനറേഷൻ വർഷിപ്പ് ടീം കാലഘട്ടത്തിൽ ദൈവം എഴുന്നേൽപ്പിച്ച ഒരു അഭിഷേകത്തിൻ്റെ ടീമാണ്. അവരുടെ പാട്ടുകൾ അനേക പരിഭാഷപ്പെടുത്തിയ പാട്ടുകൾ ലോകരാജ്യങ്ങളിൽ ആയിരങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു. അവർ എന്നോടത് പറയാറുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ചിലരെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ കാറിൽ ഇപ്പോഴും പഴയ വണ്ടികളുണ്ട്, 8-10 വർഷം പഴക്കമുള്ള വണ്ടികളിൽ പ്രൈസ് ജനറേഷൻ്റെ CD ഇപ്പോഴും കിടന്ന് കറങ്ങുന്നു. ചിലരൊക്കെ അറിയുന്നത് എടുക്കാൻ പറ്റുന്നില്ല, വർഷങ്ങളായി ആ CD കിടന്ന് കറങ്ങിയിട്ടത് എടുക്കാൻ പറ്റില്ല. ഓൺ ചെയ്ത് തന്നെ പാടിക്കൊണ്ടിരിക്കും. അവരുടെ കുഞ്ഞുങ്ങൾ വർഷങ്ങൾ ഇത് കേട്ടാണ് വളർന്നത്. അങ്ങനെ കുറേ ആൾക്കാർ ചർച്ചിൽ വരാനിടയായി. ദൈവത്തിൻ്റെ വിശ്വസ്തത എത്ര വലുതാണ്. അതുകൊണ്ട് ഓരോ പാട്ടുകളും നമ്മുടെ ജീവിതത്തെ മാറ്റും, നമ്മുടെ വീടുകളെ അനുഗ്രഹിക്കും. അതുകൊണ്ട് ഈ പാട്ടുകൾ
വെറുമൊരു പാട്ടായി നോക്കിയിരുന്ന് കാണാതെ ആ പാട്ടിനോട് ചേർന്നൊന്ന് ആരാധിക്കാമോ? ഒരു അഭിഷേകത്തിൻ്റെ കൈമാറ്റമുണ്ടാകും. പ്രാർത്ഥനയോടെ നമുക്ക് യേശുവിനെ ആരാധിക്കാം. എൻ്റെ യേശുവേ, എൻ്റെ കർത്തനെ, നീ എന്നും എന്നോഹരി. എൻ്റെ യേശുവേ, എൻ്റെ ദൈവമേ, നീ എന്നും എന്നുപനിധി. എൻ്റെ യേശുവേ, എൻ്റെ കർത്തനെ, നീ എന്നും എന്നോഹരി. എൻ്റെ യേശുവേ, എൻ്റെ ദൈവമേ, നീ എന്നും എന്നുപനിധി. നീ എൻ വിശ്വാസം, നീ എൻ പ്രത്യാശ, നിൻ കൃപ എനിക്കു മതി. നിന്നിൽ ആശ്വാസം, നിന്നിൽ സന്തോഷം, നിൻ കരുതൽ എനിക്കു മതി. ആരാധന യേശുനാഥ. ഹല്ലേലൂയ പാടിടും എന്നെന്നും ഞാൻ. അങ്ങനായുസ്സിൽ ചെയ്ത നന്മകൾ ഓർക്കുമ്പോൾ ഉള്ളം നിറയും. എന്നെ നടത്തിയ വഴികളതോർക്കുമ്പോൾ നന്ദിയാൽ ഞാൻ പാടിടും. അങ്ങനായുസ്സിൽ ചെയ്ത നന്മകൾ ഓർക്കുമ്പോൾ ഉള്ളം നിറയും. എന്നെ നടത്തിയ വഴികളതോർക്കുമ്പോൾ നന്ദിയാൽ ഞാൻ പാടിടും. നീ എൻ വിശ്വാസം, നീ എൻ പ്രത്യാശ, നിൻ കൃപ എനിക്കു മതി. നിന്നിൽ ആശ്വാസം, നിന്നിൽ സന്തോഷം, നിൻ കരുതൽ എനിക്കു മതി. നീ എൻ വിശ്വാസം, നീ എൻ വിശ്വാസം, നീ എൻ പ്രത്യാശ, നിൻ കൃപ എനിക്കു മതി. നിന്നിൽ ആശ്വാസം, നിന്നിൽ സന്തോഷം, നിൻ കരുതൽ എനിക്കു മതി. ആരാധന യേശുനാഥ. ഹല്ലേലൂയ പാടിടും എന്നെന്നും ഞാൻ. എന്നെ കാക്കുവാൻ, എന്നെ കരുതുവാൻ, നീ എന്നും ശക്തനല്ലോ. എൻ്റെ ജീവിത വഴികളതെന്നെന്നും നിന്നുള്ളം കയ്യിലല്ലോ. എന്നെ കാക്കുവാൻ, എന്നെ കരുതുവാൻ, നീ എന്നും ശക്തനല്ലോ. എൻ്റെ ജീവിത വഴികളതെന്നെന്നും നിന്നുള്ളം കയ്യിലല്ലോ. നീ എൻ വിശ്വാസം, നീ എൻ പ്രത്യാശ, നിൻ കൃപ എനിക്കു മതി. നിന്നിൽ ആശ്വാസം, നിന്നിൽ
വിശ്വാസം നീ എൻ പ്രത്യാശ നിൻ കൃപ എനിക്കു മതി നിന്നിൽ ആശ്വാസം നിന്നിൽ സന്തോഷം നിൻ കരുതൽ എനിക്കു മതി ആരാധന യേശുനാഥ ഹല്ലേലൂയ പാടിടും എന്നെന്നും ഞാൻ ഹല്ലേലൂയ പാടിടും എന്നെന്നും ഞാൻ ഹല്ലേലൂയ പാടിടും എന്നെന്നും ഞാൻ. യേശുവേ നന്ദി കർത്താവേ, ഞങ്ങളുടെ ആയുസ് മുഴുവനും ഞങ്ങളെ കാക്കുന്നതിനായി നന്ദി. അങ്ങ് ഇന്നലെയും ഇന്നും എന്നും അനന്യം തന്നെ ഞങ്ങളെ തരുന്നു. ഞങ്ങളുടെ ജീവിത വഴികളെ അങ്ങ് നയിക്കുന്നതിനായി നന്ദി കർത്താവേ. അങ്ങ് ഇതുവരെ നടത്തി ഇന്ന് മേലാലും നടത്തുവാൻ അങ്ങ് ശക്തൻ. അങ്ങിൽ തരുന്നു, അങ്ങിൽ ആശ്രയിക്കുന്നു. ഇന്ന് നമ്മൾ ദൈവവചനം ധ്യാനിക്കുന്നത് എബ്രായ ലേഖനം 12:28 വാക്യം. അതെങ്ങനെയാണ്? ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടെ ഭയത്തോടുകൂടെ സേവ ചെയ്യുക. ഇളകാത്ത രാജ്യം, ആ രാജ്യം നാം പ്രാപിക്കുകയാണ്. ഒരു കാര്യം പ്രാപിക്കുക എന്ന് പറയുന്നത് സ്വന്തമാക്കുക എന്നാണ്. പ്രാപിക്കുക, കൃപകൾ പ്രാപിക്കുക, അഭിഷേകം പ്രാപിക്കുക, സമാധാനം പ്രാപിക്കുക, അത് നമ്മുടേതായി മാറുകയാണ്. അപ്പൊ ഇളകാത്ത രാജ്യം നാം പ്രാപിക്കുന്നു. അതിൻ്റെ അർത്ഥം നമ്മളിപ്പോൾ ഉള്ള ഈ ഭൂമി കണ്ണുകൊണ്ട് കാണുന്ന രാജ്യം ഇളകുന്ന രാജ്യമാണ്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവചനത്തിൽ പറയുന്നു, ഭൂമി കിടുകിട കീറുന്നു, പടപട പൊട്ടുന്നു, മത്തനെ പോലെ ചാഞ്ചാടുന്നു, കാവൽ മാടം പോലെ ആടുന്നു. ഒരു മദ്യപാനി, ഒരു മുഴുക്കുടിയൻ, എഴുന്നേക്കാൻ കഴിയാത്ത ഒരാള് അഥവാ എഴുന്നേറ്റ് നടന്നാൽ ഏത് രീതിയിലായിരിക്കും നടക്കുന്നത്? അതാണ് ഭൂമിയുടെ ഇന്നത്തെ അവസ്ഥ. കുലുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യങ്ങൾ മാറി മാറി ഇളകുന്നു, കുലുങ്ങുന്നു, പൊട്ടുന്നു, ആടുന്നു. ഇതിൻ്റെ അടിസ്ഥാനം തകർന്നു കഴിഞ്ഞു. എന്തുകൊണ്ടങ്ങനെ? ഹാബേലിൻ്റെ രക്തം മുതൽ നീതിമാന്മാരുടെ രക്തം ചൊരിയപ്പെട്ട് രക്തം കുടിച്ച ഈ ഭൂമി തകർച്ചയിലാണ്. ഇവിടെ ശാപം മാത്രമേ ഉള്ളൂ. ഈ ഭൂമിക്കകത്ത് പണമുണ്ടാക്കാം, ഈ ഭൂമിക്കകത്ത് വലിയ കെട്ടിടങ്ങൾ കെട്ടാം, ഈ ഭൂമിക്കകത്ത് വലിയ വാഹനങ്ങളൊക്കെ ഓടിക്കാം. എന്നാൽ ഈ ഭൂമിക്കകത്ത് വലിയ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നതിന് പരിമിതിയുണ്ട്. ആയുസ് കുറവാണ്. എന്നാൽ അനുഗ്രഹമുണ്ടോ? ഉണ്ട്. എന്താണ്? ദൈവം തിരഞ്ഞെടുത്തവരെ ഈ ഇളകുന്ന ഭൂമിക്കകത്തും ബലത്തോടെ നിർത്തും, കൃപയോടെ നിർത്തും. പ്രശ്നങ്ങളുടെ നടുവിലും ദൈവത്തിൻ്റെ ജനത്തെ പ്രത്യേകം കാക്കും. അതിനൊരു തെളിവാണ് മിസ്രൈമിനെ ദൈവം നശിപ്പിക്കാൻ, അല്ലെങ്കിൽ മിസ്രൈമിൽ എല്ലാ കുടുംബത്തിലും ബാധ അയച്ച് കൊല്ലാൻ നോക്കുമ്പോൾ അവിടെ ഗോഷൻ ദേശം എന്നൊരു ദേശത്ത് അബ്രഹാമിൻ്റെ മക്കൾ, യാക്കോബിൻ്റെ മക്കൾ അവിടെ പാർക്കുന്നുണ്ട്. അത് ജോസഫ് അവരെ കൊണ്ടുവന്ന് പാർപ്പിച്ച് അവർ വർദ്ധിച്ചു വരുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് ഒരു ബാധയുമില്ല, ഒരനർത്ഥവുമില്ല, ഒരു രോഗമില്ല. തവള എന്ന ബാധ മിസ്രൈമിനെ മുഴുവൻ ബാധിക്കുമ്പോഴും ഗോഷൻ ദേശത്തെ ബാധിക്കുന്നില്ല. പേൻ മിസ്രൈമിനെ മുഴുവൻ ബാധിച്ചപ്പോൾ ഗോഷൻ ദേശത്ത് ആരുടെയും ദേഹത്ത് പേനില്ല. നായീച്ച എന്ന് വേണ്ട, കൽമഴ,
അതായത് മഴയ്ക്ക് പകരം കല്ലുകൊണ്ടുള്ള മഴ പെയ്യുന്നു. എങ്ങനെ ഉണ്ടാവും? വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഓസ്ട്രേലിയയിൽ ചെന്നപ്പോൾ ഒരു കാഴ്ച കൊണ്ട് അവരുടെയൊക്കെ വീട് ഓടുകളായിരുന്നു. ഓടുമേഞ്ഞ വീടുകളാണ്. വലിയ സമ്പന്നരാണ് എങ്കിലും തടി കൊണ്ടുള്ള വീട്, മുകളിൽ ഓട്, അതിൻ്റെ ഉള്ളിൽ വലിയ സീലിങ്ങും സംവിധാനം, അകത്ത് കയറിയ രാജകൊട്ടാരം പോലെയാണ്, എന്നാലും മുകളിൽ ഓടാ. അതിൻ്റെ കാരണം ഇവിടുത്തെ പോലെ അവർക്ക് ഓട് പൊക്കി കയറുന്ന കള്ളന്മാരൊന്നും അവിടെ ഇല്ല. ജനാലകൾക്ക് നമ്മുടെ നാട്ടിലെ പോലെ വലിയ ഗ്രില്ലുകളൊന്നുമില്ല, ഇപ്പോഴും ഇല്ല. വീടിൻ്റെ മുൻപിൽ വലിയ ഗേറ്റും ഇല്ല. കാരണം എന്താ? അവിടെ ഇതുപോലത്തെ കള്ളന്മാരൊന്നും ഇല്ല. അവർക്ക് ആവശ്യത്തിന് ജീവിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ കള്ളന്മാരാരെങ്കിലും അവിടെ കക്കാൻ വന്നാൽ കള്ളൻ നമ്മുടെ വീട്ടിൽ എവിടെയെങ്കിലും വീണ് മരിക്കാനോ അപകടപ്പെടാനോ ഇടയാകരുത്. നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും കള്ളന്. കാരണം കള്ളൻ പോലും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ടവരാണ്. അതുകൊണ്ട് കള്ളൻ ഓടുപൊക്കി അഥവാ ഇറങ്ങിയാൽ നമ്മൾ ഏണി വെച്ച് കൊടുത്തിട്ട് എടാ പൊന്നുമോനെ പതുക്കെ ഇറങ്ങടാന്ന് പറയണം. കാരണം അവൻ ഉരുണ്ടടിച്ച് വീണാൽ പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോകും. അവനും രാജ്യത്തിലെ വലിയ പൗരനാണ്. ഒരു പ്രാവശ്യം അവിടെ പോയപ്പോൾ ടർപ്പോള ഷീറ്റ് വിരിച്ചിരിക്കുന്നു വീടുകളുടെ മുകളിൽ. കാരണം ഈ ആലിപ്പഴം, ഈ ഐസ് മഴ പെയ്തപ്പോൾ അതിൻ്റെ കൂടെ വലിയ ക്രിക്കറ്റ് ബോളിൻ്റെ വലിപ്പമുള്ള ആലിപ്പഴം പെയ്തു, ഐസ് കട്ടകൾ പെയ്തു. വീടുകൾക്കൊന്നും ഓടില്ല, ഓടെല്ലാം തകർന്നു പോയി. അവരെല്ലാം അതിന് പിന്നത്തെ മഴയെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ടർപ്പാള, നീല ടർപ്പാള വിരിച്ചിട്ടിരിക്കുന്നു. അപ്പം ഇതുപോലെ ആലിപ്പഴം പെയ്തപ്പോൾ ഇതാണ് ഗതിയെങ്കിൽ കൽമഴ പെയ്താൽ എന്താണ്? അപ്പം നമ്മൾ കർത്താവിൻ്റെ പ്രൊട്ടക്ഷനിലാണ്. എന്തുകൊണ്ട് നമ്മുടെയൊക്കെ വീടിൻ്റെ മുകളിൽ കൽമഴ പെയ്യുന്നില്ല? നമ്മുടെ വീടിൻ്റെ മുകളിൽ ആലിപ്പഴം പെയ്യുന്നില്ല? ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടന്നാൽ എപ്പോൾ തീർന്നെന്ന് പറഞ്ഞാൽ മതി നമ്മുടെയൊക്കെ വീടുകൾ. ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനെ ദൈവം എത്ര വലിയ കാര്യമാണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ ഈ ഗോഷൻ ദേശത്ത് കൽമഴയില്ല, ആലിപ്പഴം പോലും പെയ്യുന്നില്ല, പിന്നെ തീയും ഗന്ധകവും അതൊന്നും അവിടെ വീഴുന്നില്ല. ഇപ്പുറത്ത് പെയ്യുന്നുണ്ട്. ഇതെല്ലാം ഒരു രാജ്യമാണ്. ഒരു രാജ്യത്തിൻ്റെ ഇടക്ക് കിടക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ മാത്രം ഒരു അനർത്ഥവുമില്ല. കാരണം ദൈവം അവർക്ക് കാവലായി. ഇസ്രായേൽ മക്കളെ കൊണ്ടുപോകുമ്പോൾ മരുഭൂമിയിൽ അവര് രാത്രിയിലെ അതിശൈത്യം ഏൽക്കുന്നില്ല. അഗ്നിസ്തംഭം ഉള്ളത് കൊണ്ട് അവർക്ക് ആവശ്യത്തിന് ചൂട് കിട്ടുന്നുണ്ട്. പകലത്തെ ചൂട് ഏൽക്കുന്നില്ല, കാരണം മേഘസ്തംഭം ഉള്ളത് കൊണ്ട് അവർക്ക് ആവശ്യത്തിന് തണുപ്പുണ്ട്. ഒരു എയർ കണ്ടീഷൻ സംവിധാനത്തിൽ 40 കൊല്ലം മരുഭൂമിയിൽ കിടന്നവരാണവർ. കാലാവസ്ഥകൾ പോലും അവർക്ക് അനുകൂലമാണ്. സീസണുകൾ 40 വർഷം അവർക്ക് ബാധകമല്ല. ഇനി വിതയില്ല, കൊയ്ത്തില്ല, അവർക്കൊരു കുറവുമില്ല. കാരണം അവർ എവിടെയാണ്? ദൈവത്തിൻ്റെ സംരക്ഷണത്തിലാണ്. ഇളകുന്ന രാജ്യത്താണ്. എന്നാൽ ഇളകാത്ത രാജ്യത്തിൻ്റെ അവകാശികളായ തൻ്റെ ജനത്തെ ദൈവം കാക്കുന്നത് അങ്ങനെയാണ്. ഇളകാത്ത രാജ്യം പ്രാപിക്കാൻ വിളിക്കപ്പെട്ടവർ, അതാണ് നമ്മൾ വായിച്ച വാക്യം. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട്, അതിൻ്റെ ഉറപ്പാണ്, പ്രാപിക്കുന്നത് കൊണ്ട്, ഇത് നമ്മുടെ അവകാശമാണ്. അതായത് സ്വർഗം സ്വന്തമാക്കുന്നത് കൊണ്ട്, ഇളകാത്ത രാജ്യത്തിൻ്റെ അവകാശികളായി അതിലേക്ക് പോകുന്നത് കൊണ്ട് വളരെ VVIPകളാണ് നാം. ചില രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ആ രാജ്യത്തേക്ക് പോകുന്നവർക്ക് പ്രത്യേകമായ അവർ ടിക്കറ്റ് എടുത്ത് പോകുന്നവർക്ക് എയർപോർട്ടിൽ തന്നെ പ്രത്യേക സൗകര്യമുണ്ട് താമസിക്കുവാനും. അഥവാ ഫ്ലൈറ്റ് ഒന്ന് ഡിലേ ആയാൽ അവർക്ക് എല്ലാ സൗകര്യവും ഭക്ഷണവും എല്ലാം ഉണ്ട്. കാരണം വലിയ സമ്പന്നമായ ഒരു രാജ്യത്തേക്ക് പോകുന്ന ചിലർ, ആ രാജ്യത്തിൻ്റെ എല്ലാ ഫെസിലിറ്റി യാത്രയിൽ തന്നെയുണ്ട്. ഇതുപോലെ കാരണം ആ രാജ്യത്തിൻ്റെ വിമാനം, ആ രാജ്യത്തിൻ്റെ സൗകര്യം, അതുകൊണ്ട് ആ രാജ്യത്തേക്കുള്ള യാത്ര തന്നെ തുടക്കം മുതലേ ഒരു
VVIP ട്രീറ്റ്മെൻറ്റാണ്. എന്നാൽ ഒരു കുറഞ്ഞ രാജ്യത്തോട്ടൊക്കെ പോകുമ്പോൾ, ചില രാജ്യത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ രാജ്യത്തെ എയർപോർട്ട് തന്നെ, കഴിഞ്ഞ ദിവസം ഒരു രാജ്യത്തെ എയർപോർട്ടിൽ ചെന്നപ്പോൾ തന്നെ കറണ്ട് പോയി. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം കാണുന്നത്. രാജ്യത്തിൻ്റെ നിലവാരമാണ്. എന്നാൽ ഇത് ഇളകാത്ത രാജ്യം, സമ്പൽ സമൃദ്ധമായ രാജ്യം, ശാപമില്ലാത്ത രാജ്യം, ജീവനുള്ളവരുടെ രാജ്യം, വിശുദ്ധന്മാരുടെ രാജ്യം, ദൈവത്തിൻ്റെ രാജ്യം, ദൈവത്തിൻ്റെ ഭവനമുള്ള രാജ്യം, യേശു രാജാവായി വാഴുന്ന രാജ്യം, ദൂതന്മാർ യേശുവിനെ നേരിട്ട് ആരാധിക്കുന്നത് കാണാൻ പറ്റിയ രാജ്യം, രക്ഷിക്കപ്പെട്ടവർ മാത്രം കടന്നു ചെല്ലുന്ന രാജ്യം, ഇളകാത്ത രാജ്യം. അതിൻ്റെ അർത്ഥം ഈ രാജ്യം സമ്പൽ സമൃദ്ധമാണ്. ആ സമ്പൽ സമൃദ്ധമായ രാജ്യത്തിലേക്കുള്ള യാത്ര പോലും നമുക്ക് അതിശ്രേഷ്ഠമാണ്. ഇളകാത്ത രാജ്യം. ഇസ്രായേൽ മക്കളെ ദൈവം മിസ്രയീം എന്ന ഇളകുന്ന രാജ്യത്തുനിന്ന് കൊണ്ടുപോവുകയാണ്. പാലും തേനും ഒഴുകുന്ന രാജ്യത്തേക്ക് പോകുന്ന വഴി പോലും എന്തൊരു പ്രൊട്ടക്ഷനാണ്. അതായത് ഇവർ കുഞ്ഞാടിനെ അറുത്ത് പെസക ആചരിച്ച അന്ന് മുതൽ ഇവർ ഇൻഷുർ ചെയ്യപ്പെട്ടു. എങ്ങോട്ട്? പാലും തേനും ഒഴുകുന്ന കാനാനിലെത്തും വരെയുള്ള മുഴുവൻ പ്രൊവിഷൻ ഇവർക്ക് ലഭിക്കുകയാണ്. നന്മകൾ കിട്ടുകയാണ്, ഐശ്വര്യം. അവർക്ക് ഇറച്ചി വേണമെന്ന് പറഞ്ഞ് ഉടനെ കാടപ്പക്ഷിയെ ദൈവം പറന്നു വരുമാറാക്കി. വെള്ളം ഉടനെ അവർക്ക് പാറയിൽ നിന്നുള്ള വെള്ളം. ആദ്യം കാലുകുത്തിയപ്പോൾ അവർക്ക് വെള്ളമില്ല, ഒരു തടാകത്തിൽ വെള്ളം കയ്പായിരുന്നു. ഉടനെ അതിനെ മധുരമാക്കി കൊടുത്തു. അവർക്ക് വിശന്നു, ഉടനെ സ്വർഗം തുറന്ന് 40 വർഷം ഇവർ സഞ്ചരിക്കുന്ന സ്ഥലത്ത് മാത്രം കൽമഴയല്ല, ആലിപ്പഴമല്ല, മന്ന പെയ്യുന്നു. എന്തൊരു ഭയങ്കരമാണല്ലേ! ഇളകാത്ത രാജ്യത്തേക്ക് പോകുന്ന നാം ഇതിനേക്കാൾ എത്രയോ വിശേഷതയുള്ളവരാണ്. അതായത് രക്ഷിക്കപ്പെട്ട് കുഞ്ഞാടിൻ്റെ രക്തം, സാക്ഷാൽ ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് സാക്ഷാൽ പെസക ചോരത്തളി ആചരിച്ച് പരിച്ഛേദന എന്ന ഹൃദയത്തിൻ്റെ പരിച്ഛേദനയേറ്റ് മാനസാന്തരപ്പെട്ട് മോശയുടെ പുറകെ അല്ല, യേശുവിൻ്റെ പുറകെ അനുഗമിക്കുന്നവർക്ക് മോശയുടെ പുറകെ അനുഗമിച്ചവരെക്കാൾ എത്രയോ മടങ്ങ് സമൃദ്ധി വേണം. മോശയുടെ പുറകെ സ്നാനമേറ്റ് മോശയോട് ചേർന്നവർ അവരെ അനുഗമിച്ച പാറയിൽ നിന്നാണ് കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ നാം സാക്ഷാൽ യേശു കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. പഴയ നിയമ സഭയേക്കാൾ മേഘത്തിൻ്റെ കീഴെ സമൃദ്ധിയുടെ കീഴെ ജീവിച്ച പാലും തേനും ഒഴുകുന്ന കനാനിലേക്ക് നയിക്കപ്പെട്ട ജനത്തെക്കാൾ വിശേഷതയുള്ളവരായതുകൊണ്ട് നമ്മുടെ ഈ ജീവിതയാത്രയിൽ അവരെ പോലെ ഒരിക്കലും പിറുപിറുക്കരുത്. സ്തോത്രം പറയുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക, ഏത് നേരത്ത് സ്തോത്രം പറയുക. പിശാചിൻ്റെ ചതിയാണ് നമ്മെ പിറുപിറുക്കുന്നവരാക്കുക. ഇസ്രായേൽ മക്കൾ പിറുപിറുത്തിട്ട് പോലും ദൈവം കൊടുത്തു. പിന്നെ അവിശ്വാസവും പിറുപിറുപ്പും നിമിത്തം അങ്ങനെയുള്ളവർ അവിടെ കയറാതിരിക്കാൻ 40 വർഷം ദൈവം അവരുടെ കനാൻ വൈകിച്ചു. നമ്മുടെ കനാൻ വൈകരുത്, നമ്മുടെ സമൃദ്ധി വൈകരുത്, പാലും തേനും വൈകരുത്, നന്മകൾ വൈകരുത്. പിറുപിറുപ്പും അവിശ്വാസവും ദൈവത്തോട് ചെയ്യുന്ന തെറ്റുകളും നമുക്ക് സമയത്ത് ലഭിക്കേണ്ട പല കനാനും വൈകിപ്പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഇളകാത്ത രാജ്യത്തിലേക്ക് പോകുന്ന ഓരോ ദൈവമക്കളും അറിയണം, ഈ ഭൂമിയിലെ മുഴുവൻ യാത്രയും ഇളകാത്ത രാജ്യം പ്രാപിക്കും വരെയുള്ള യാത്രയാണ്.
ഈ യാത്രയിൽ വേണ്ടതെല്ലാം ദൈവം തന്നിരിക്കും. ഈ യാത്രയിൽ ഒരു വഴി തുറക്കണോ? വടി നീട്ടുക, ചെങ്കടൽ രണ്ടാകും. ഈ യാത്രയിൽ യോർദാൻ എതിരെ കവിഞ്ഞൊഴുകയാണോ? വടി നീട്ടുക, യോർദാൻ രണ്ടാകും. ഈ യാത്രയിൽ ചില നന്മകൾ പ്രാപിക്കാനായിട്ട് ചെല്ലുമ്പോൾ ശത്രു കോട്ടകൾ അടച്ചു വെച്ചാൽ നീ വെറുതെ ആർപ്പിട്ടാൽ മതി, കോട്ടകൾ ഇടിഞ്ഞു മാറും. കാരണം ദൈവം കൊണ്ടുപോവുകയാണ്. നമ്മെ നയിക്കുന്നത് കർത്താവാണ്. കർത്താവ് നമ്മെ പച്ചയായ പുൽപ്പുറങ്ങളിലേക്കും സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നയിക്കുകയാണ്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും അറിയണം, ഞാൻ വളരെ സേഫാണ്. എനിക്ക് ചുറ്റും ദൂതന്മാരുടെ കാവലുണ്ട്. 91 സങ്കീർത്തനത്തിലെ സുരക്ഷിതത്വം മുഴുവനും എനിക്കുണ്ട്. എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ വലുതാണ്. ഞാനൊരു സക്സസ് ആണ്. ഈ ഭൂമിയിൽ ആരെങ്കിലും വിജയിക്കുമെങ്കിൽ അത് ഞാനായിരിക്കും. ഞാൻ ദൈവ പൈതലാണ്. ഞാൻ യേശുവിനെ സ്വീകരിച്ച വ്യക്തിയാണ്. കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച ഒരു ദൈവ പൈതലിന് വെച്ചിരിക്കുന്ന അഭിവൃദ്ധിക്ക് പരിമിതികളില്ല. അബ്രഹാം 99 വയസ്സായപ്പോൾ വിഷമിച്ചിരിക്കുമ്പോൾ ദൈവം അവൻ്റെ അടുക്കൽ ഇറങ്ങി വന്നിട്ട് പറയണം, അബ്രഹാമേ, ഞാൻ എൽ ഷദായി ആയ ദൈവമാണ്, സർവശക്തിയുള്ള ദൈവം. എൽ ഷദായി എന്ന് പറഞ്ഞാൽ ധാരാളമായി തരുന്നവൻ, ധാരാളമായി നൽകുന്നവൻ, പോറ്റി പുലർത്തുന്നവൻ. ഒരമ്മയെപ്പോലെ പോറ്റി പുലർത്തും. ചോദിച്ചത് കൊണ്ടല്ല, ധാരാളമായി നൽകുന്നവൻ എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നു നൽകുന്നു. പോറ്റി പുലർത്തുക എന്ന് പറഞ്ഞാൽ ഒന്നും ചോദിക്കുന്നില്ല, അറിഞ്ഞു ചെയ്യുന്നവൻ. ഒരമ്മ കുഞ്ഞിനെ പോറ്റി പുലർത്തുന്നത് പോലെ. അങ്ങനെ ഒരു എൽ ഷദായി എന്ന ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ പുറപ്പെട്ടു പോയിക്കോ, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും, നിന്നിൽ ഭൂമിയിലുള്ള സകലരും അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമേ, നീ എൻ്റെ വാക്ക് കേട്ട് ഇറങ്ങിയാൽ നിനക്കൊന്നിനും കുറവ് വരില്ല. ഇന്നത് കേൾക്കുന്ന ഒരു വ്യക്തി ധൈര്യമായിട്ട് യേശുവിൽ വിശ്വസിച്ചിട്ട് പൊയ്ക്കോ. നിങ്ങളുടെ ജോലി, നിങ്ങളുടെ കുടുംബജീവിതം, കുഞ്ഞുങ്ങളുടെ ഭാവി, എന്തിനെല്ലാം ചൂടുവെക്കുന്നു അതെല്ലാം വൻ വിജയമായി മാറും. ധൈര്യമായി പൊയ്ക്കൊള്ളുക, കർത്താവിൽ വിശ്വസിക്കുക, പ്രാർത്ഥിക്കാം. ഇന്നത്തെ പ്രാർത്ഥന നിങ്ങൾക്കൊരു വലിയ ജയമായി മാറും. ഈ വചനത്താൽ നിങ്ങൾ ധൈര്യമായി പൊയ്ക്കോ. എസ്തേറിന് നേരെ രാജാവ് പൊൻചെങ്കോൽ നീട്ടിയതുപോലെ നിങ്ങളുടെ മുൻപിൽ നീട്ടപ്പെടേണ്ട മഹത്വത്തിൻ്റെ പൊൻചെങ്കോലുകൾ നീട്ടുവാൻ സമയമായി. നിങ്ങൾ ചെല്ലുന്നിടത്ത് രാജാവിൻ്റെ പൊൻചെങ്കോലുകൾ നീട്ടപ്പെടുന്നത് നിങ്ങൾ കാണും. പ്രാർത്ഥിക്കാം. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇന്നിത് കേട്ട ഓരോ വീടുകളിലും അത്ഭുതത്തിൻ്റെ വഴികൾ തുറക്കട്ടെ. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം, മന്നയ്ക്ക് മന്ന, വെള്ളത്തിന് വെള്ളം, ഒരു ബലഹീനൻ പോലുമില്ലാതെ നടത്തിയ, ശക്തന്മാരാക്കി നടത്തിയ ഞങ്ങളുടെ പിതാക്കന്മാർക്കുണ്ടായ നന്മകളുടെ 1000 മടങ്ങാണല്ലോ യേശുവിനെ അനുഗമിക്കുന്നവർക്ക് സ്വർഗം വെച്ചിരിക്കുന്നു. അതിവർ പ്രാപിക്കട്ടെ. ഈ വെളിപ്പാടുകളിലേക്ക് ഈ മക്കൾ വരട്ടെ. അനുഗ്രഹിക്കുന്നു. സൗഖ്യങ്ങൾ നടക്കട്ടെ. വിശ്വാസത്തിൽ നിറയട്ടെ. വീടുകളുടെ അന്തരീക്ഷം പ്രാർത്ഥന കൊണ്ട് ഇവർ മാറ്റി മറിക്കട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവിൽ ബലപ്പെടാം. ഒരുമിച്ച് വീണ്ടും കാണാം. നാളെ ഇതേ സമയത്ത് നമുക്ക് ഒരുമിച്ച് കൂടാം. ഗോഡ് ബ്ലെസ് യു.